നമസ്കാരം. ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ ഡെവറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. സർവരുഹ രോഹവരാഹ സർവകഷ്ട വിദ്വേഷണം. ഇന്നത്തെ പതിവ് എന്താ വെച്ചാല് ഒത്തിരി പവർഫുൾ ആയത്, അതും ഇന്ന് ശനിയാഴ്ച നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് തന്നെ ഈ പതിവ് കൊണ്ടുവന്നിരിക്കുന്നത്. അതും വന്നിട്ട് ആടിമാസം കർക്കിടക മാസത്തിലെ ശനിയാഴ്ച എന്നത് അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള ദിവസം. നിറയെ പേർക്ക് വന്നിട്ട് നിറയെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, സമയം കിട്ടുന്നില്ല, എനിക്ക് ജോലിക്ക് പോകുന്നതിന് സമയം കറക്റ്റായിരിക്കുന്നു, ഒരു കാര്യവും എനിക്ക് ചെയ്യാൻ വേണ്ടി സമയം കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തെ നിങ്ങൾ വന്നിട്ട് കാതാലെ കേട്ട് മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് കോടി പുണ്യം കിട്ടും എന്നതാണ്. ഈ ഒരു വിഷയത്തെ നിങ്ങൾ കാതാല് ഡെയിലിയും കേട്ടിട്ടിരുന്നാലേ പോതും. യാതൊരു തരത്തിലുള്ള ഒരു പ്രശ്നവും നിങ്ങളുടെ ജീവിതത്തിൽ വരികയേ ഇല്ല, ഒരു കെടുതലും വന്ന് ഭവിക്കുകയില്ല എന്ന്. ഇത് വന്നിട്ട് സിദ്ധറുകൾ വന്നിട്ട് ரொம்ப സ്ട്രോങ് ആയിട്ട് സജസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വിഷയം. ഇതൊരു ചെറിയ വിഷയം, ഇത് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരുന്നാലേ പോതും. ദിവസേന ഒരേ ഒരു തവണ ഇത് നിങ്ങൾ ചൊല്ലിയാലേ പോതും, അല്ല കാതുകൊണ്ട് കേട്ടാലേ പോതും. അവ നിങ്ങൾക്ക് അത്രയ്ക്കും നന്മ വന്നു ചേരും. ആ സീക്രട്ട് മെത്തേഡ് എന്താണെന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ മുഴുവനായി കണ്ടോളൂ, അപ്പോൾ മാത്രമേ ഡൗട്ടില്ലാതെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിനു മുന്നേ ഇത് വന്നിട്ട് ഓഗസ്റ്റ് മാസം വരും തേയ്പുറ പഞ്ചമി അപ്ഡേറ്റ്. പഞ്ചമി തിഥി വന്നിട്ട് ഓഗസ്റ്റ് മാസം 3-ാം തീയതി തിങ്കളാഴ്ചയാണ്. പൂജാ വഴിപാട് യാഗം എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 2-ാം തീയതി ഞായറാഴ്ച രാത്രി 9 മണി വരെയാണ്. മുന്നേ ഇരുന്ന് നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് വരുന്നവർക്ക് എല്ലാ പ്രൊസീജിയേഴ്സും അറിയാം. എന്നാൽ നമ്മുടെ ചാനലിലെ ന്യൂ മെമ്പേഴ്സിന് നിങ്ങൾക്കും ചേരണച്ചാൽ ഞാൻ ഇതിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്തോളുക. അപ്പോൾ വന്നിട്ട് ഓൾ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് റിപ്ലൈ ആയി വരുന്നതാണ്. ആദ്യം നിങ്ങൾ എല്ലാം അറിഞ്ഞോളുക, മനസ്സിലാക്കിക്കൊള്ളുക. വീണ്ടും പക്ഷത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ പേരുകൾ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി വന്നോളൂ, നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോകാം. ഞാൻ പറഞ്ഞില്ലേ ഒരേ ഒരു വിഷയം, നിങ്ങൾക്ക് ഡെയിലി മന്ത്രം ചൊല്ലാനായിട്ട് നേരം കിട്ടുന്നില്ല, ഡെയിലി നിങ്ങൾക്ക് കോവിൽ പോവാൻ നേരമില്ല, പൂജയറയിൽ വിളക്ക് കത്തിക്കാൻ നേരമില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഓടിയിട്ടേ ഇരിക്കുകയാണ്. വേറെ ഒന്നിനും എനിക്ക് ടൈമില്ല. എനിക്ക് ജോലിക്ക് പോകാനുള്ള സമയവും വീട്ടിലെ സമയത്തേക്കുമുള്ള സമയം മാത്രം തന്നെ കറക്റ്റായിട്ട് ഇരിക്കുന്നത്. വേലയ്ക്ക് പോയാൽ മാത്രമേ ജീവിക്കാൻ ക്യാഷ് കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് എനിക്കതും ഒരു കാരണവശാലും ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ മനോനിലയിൽ ഇരിക്കുന്ന ഒത്തിരി പേരില്ലേ, അങ്ങനെ ഇരിക്കുന്നവര് ഞാൻ പറയുന്ന ഈ ഒരു കാര്യത്തിന് മാത്രം നിങ്ങൾ ചെയ്തോളുക. പുരാണങ്ങൾ പടി, ശാസ്ത്രങ്ങൾ പടി, സിദ്ധറുകൾ എന്താ പറയച്ചാല് എന്തിനും സമയമില്ലാത്തവര് ഈ ഒരേ ഒരു വിഷയത്തെ മാത്രം ചെയ്തോളുക. ലൈഫ് അത്രയ്ക്കും നന്നായിട്ടിരിക്കും. അങ്ങനെയാണ് സിദ്ധറുകൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ലളിതാ സഹസ്രനാമത്തെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതറിയാത്തവര് ആരും ഉണ്ടാവത്തില്ല. ലളിതാ സഹസ്രനാമം വന്നിട്ട് വലിയ ഒരു പാട്ട്, വലിയ ഒരു പാരഗ്രാഫ്, അത് ഫുള്ളായിട്ട് നമുക്ക് അത് പഠിക്കാനായിട്ട് മീൻസ് അത് ചൊല്ലാനായിട്ട് നമുക്ക് സമയമിരിക്കില്ല. എന്നാൽ സിദ്ധറുകൾ എന്താ പറയണച്ചാല് നിങ്ങൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അതില് ഒരു സ്റ്റാൻസ ഇരിക്കുന്നുണ്ട്, ഒരേ ഒരു സ്റ്റാൻസ, അവസാന പകുതിയിൽ മാത്രം. അത് മാത്രം എടുത്ത് നിങ്ങൾ ചൊല്ലിയാ പോതും. ഒരു നാളില് ഒരു തവണ അത് നിങ്ങൾ വായി വിട്ട് ചൊല്ലിക്കോളുക. അതും പറ്റില്ലെങ്കിൽ നിങ്ങൾ ഒരു തവണ, ദിവസേന ഒരു തവണ നിങ്ങൾ കാതുകൊണ്ട് അത് കേട്ടോളുക. അങ്ങനെയാണ് സിദ്ധറുകൾ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ കേട്ടാൽ നമുക്ക് എന്ത് തരത്തിലുള്ള നന്മകൾ കിട്ടുമെന്നാല്, ഏത് വീട്ടിലാണ് നിങ്ങൾ കഷ്ടം കഷ്ടം എന്ന് പറഞ്ഞിട്ടിരിക്കുന്നുവോ, കടം കടം എന്ന് നിങ്ങൾ പറഞ്ഞിട്ടിരിക്കുന്നുവോ, വരുമാനമില്ലാതെ കഷ്ടപ്പെടുന്നു എന്ന് പുലമ്പിയിട്ടിരിക്കുന്നവരോ, ഈ വിഷയങ്ങളെല്ലാം മാറ്റി നിങ്ങൾക്ക് സെൽവം, പണം, നിങ്ങൾ എന്താഗ്രഹിക്കുന്നുവോ അതെല്ലാം നിങ്ങളുടെ വീട് ഇടം തേടി വരും. അതിനാല് ലളിത സഹസ്രനാമത്തിൽ വരുന്ന ആ ഒരു പകുതിയെ മാത്രം നിങ്ങൾ ഗ്രഹിച്ചോളുക. ഒന്നിൽ രാവിലെ ഇല്ലെങ്കിൽ വൈകുന്നേരം വിളക്ക് വയ്ക്കുന്ന സമയത്തോ, അതോ അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുന്നേയോ നിങ്ങൾ ഒരു തവണ കേൾക്കുകയോ ഇല്ലെങ്കിൽ സ്വയം ചൊല്ലുകയോ ആവാം. ഒരേ ഒരു തവണ ഒരേ ഒരു സ്റ്റാൻസ, ലാസ്റ്റ് പകുതി മാത്രം നിങ്ങൾ വായിച്ചിട്ട് കിടന്നോളുക. അമ്മ ലളിതാംബികെ നീയതാൻപാ എനക്ക് തുണൈ എന്ന് നിങ്ങൾ മനസ്സാലെ കരുതുക. അമ്മേ, എനിക്ക് അമ്മ എല്ലാം തരും എന്ന് മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് നിങ്ങൾ ഒരു സ്റ്റാൻസ വായിച്ച് മനസ്സിലാക്കി, ഇല്ലെങ്കിൽ അത് പാട്ട് രൂപേണ നിങ്ങൾ കേട്ട് മനസ്സിലാക്കിയിട്ട് കിടന്നോളുക. നന്നായിട്ട് ഉറങ്ങിക്കോളുക. അത് മതി, അത്രയും പോതും എന്നാണ് സിദ്ധറുകൾ പറയുന്നത്. അത്രയ്ക്കും നന്മകൾ വന്നിട്ട് ഇതിൽ ഇരിക്കുന്നുണ്ടെന്ന്. നമ്മുടെ കർമാക്കളെല്ലാം
അടിയറവ് പറയുന്നതിന് ഇതൊരു കാരണമാകുന്നു. ഇങ്ങനെ നിറയെ വിഷയങ്ങൾ അതിലിരിക്കുന്നുണ്ട്. ഇന്നൊന്ന് ലളിതാ സഹസ്രനാമത്തിലെ വേറൊരു വിശേഷം എന്താച്ചാല്, ഇത്ര നാൾക്കൾ ചോദിച്ചാല് ഇത്രയും നന്മകൾ വന്ന് ആ വിഷയത്തിൽ ഇരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് 3 നാളിന് വേണ്ടിയിട്ട് നമ്മൾ ചോദിച്ചാല് ഇവളോ നന്മ കിട്ടും, ഇത്രയും നന്മ. എന്നാൽ 7 നാളിന് ചോദിച്ചാലോ അതിന് അത്രയും നന്മ. ഒരു ടൈം വന്നിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ പാട്ട് വന്നിട്ട് എങ്ങനെ ചൊല്ലണം എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഇത് നിങ്ങൾ നോക്കുമ്പോൾ അയ്യോ ഇതിങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ, ഇത് എങ്ങനെയാ ചൊല്ലുന്നതെന്ന് ഒന്ന് തോന്നാം. കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇത് ഞാൻ വന്നിട്ട് ഓരോരോ ലൈനായിട്ട് നിങ്ങൾക്ക് ചൊല്ലിത്തരാം, ഓരോരോ വാക്കുകളായിട്ട് ചൊല്ലിത്തരാം. ശ്രദ്ധിച്ചു കേട്ട് മനസ്സിലാക്കിക്കൊള്ളുക. ശ്രീ ശിവ ശിവ ശക്തിയെ രൂപിണി ലളിതാംബികാം ശ്രീ ലളിതാംബികൈ ഓം നമ ഇതി ഏവം ശ്രീ ലളിതാദേവിയാ നാംനാം സഹസ്രകം ജഗു ഇതി ബ്രഹ്മാണ്ഡ പുരാണേ ഉത്തരകാണ്ഡേ ശ്രീ ഹയഗ്രീവ് അഗസ്ത്യ സംവാദിൽ ശ്രീ ലളിത സഹസ്രനാമ സ്തോത്രം സമ്പൂർണം. ഇത്രയേ ഉള്ളൂ. ഓരോരോ വരിയായിട്ട് ഓരോരോ വാക്കുകളായിട്ട് നിങ്ങൾ പൊരുമയായിട്ട് ചൊല്ലിക്കോളുക. ഈ ഒരു സ്റ്റാൻസ് മാത്രം നിങ്ങൾ പഠിച്ചാലേ പോതും. ഞാൻ പറഞ്ഞില്ലേ, ഇത് വന്നിട്ട് ഇത്ര ദിവസത്തിനെന്നുള്ള ഫലം കൊടുക്കും. 3 നാളുകൾ കൊണ്ട് പഠിച്ചാലും ഒരു ഫലം ഇരിക്കുന്നുണ്ട്. 7 നാളുകൾ കൊണ്ട് പഠിച്ചാലും, മീൻസ് അത് ചൊല്ലിയാലെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മലയാളത്തിൽ പഠിച്ചാൽ എന്നുള്ളത് ഗ്രഹസ്ഥമാക്കുക എന്നായിരിക്കാം മീനിങ്. പക്ഷേ ഞാൻ തമിഴ് കലർന്ന് വരുമ്പോൾ അത് പഠിച്ചാൽ എന്നുള്ളത് നമ്മൾ ചൊല്ലുക. ഇപ്പൊ 3 ദിവസത്തിൽ ചൊല്ലിയാൽ അതിന് ഒരു ഫലം കിട്ടും. എന്നാൽ നമ്മൾ 7 ദിവസമാണ് ചൊല്ലുന്നതെങ്കിൽ അതിന് വേറൊരു ഫലം കിട്ടും. അങ്ങനെയാണ്, മനസ്സിലായില്ലേ? 9 നാൾക്കള്, 11 നാൾക്കള്, അങ്ങനെ ഓരോ ഇങ്ങനെ ഈ സ്റ്റാൻസ വന്നിട്ട് ഓരോരോ ദിവസം കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ ചൊല്ലിയാൽ ഓരോരോ ഫലം നിങ്ങൾക്ക് വന്നു ചേരും. 100 നാൾക്കളോ 108 നാൾക്കളോ നിങ്ങളിത് ചൊല്ലിയാൽ അത് വിശേഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിൽ നിങ്ങൾക്ക് അതിൽ നിന്നും ബലം ഉറപ്പ്. ഇതൊക്കെ ഒരു വിശേഷം ഇരിക്കുന്നുണ്ട് ഇങ്ങനെ. പിന്നെ ആരും ഒരാള് ഇത് വന്നിട്ട് ഒരു 7 നാളോ 9 നാളോ 100 നാളോ അല്ല 108 നാളോ ഡെയിലിയും ഈ ഒരു സ്റ്റാൻസ ഇങ്ങനെ ചൊല്ലിയിട്ടേ വരികയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ നടക്കാത്തത് എന്നൊന്നില്ല. എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടും. നിങ്ങൾ റെഗുലർലി ഫോളോ ചെയ്യുന്നതാണെങ്കിൽ പീരീഡ്സ് ടൈമിൽ ചൊല്ലാൻ പാടില്ല, വേറെ ഒരു നോൺ വെജ് ഒന്നും കഴിക്കാതെ നിങ്ങൾ ചൊല്ലിക്കൊള്ളുക. ആ ഒരു മുറ ഫോളോ ചെയ്തോടുക. ഇല്ല അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് കാതാലെ കേട്ടാൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നിട്ട് യാതൊരു കെട്ടുപാടും ഇല്ലാതെ യൂട്യൂബിൽ അടിച്ച് നോക്കിയാലേ ലളിതാ സഹസ്രനാമം വരും. അത് നിങ്ങൾ കാതാലെ കേട്ടോളുക. ഒരു ഹാഫ് ആൻ അവർ കിട്ടും, അത് ഓടും. അത് നിങ്ങൾ കാതാലെ കേട്ടാലേ പോതും. ഇല്ലെങ്കിൽ ഈ ഒരു പാരഗ്രാഫ്, ഒരു സ്റ്റാൻസ് നിങ്ങൾ എടുത്തു വെച്ചിട്ട് ഡെയിലിയും ഇത് നിങ്ങൾ ചൊല്ലിക്കൊണ്ടേ വരിക. വേറൊന്നും അപ്പോൾ നോൺ വെജ് കഴിക്കുന്നവർക്ക് ഇത് ചൊല്ലാൻ പാടില്ലയോ എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇത് ചൊല്ലുന്ന ഉണ്ട് എങ്കിൽ നോൺ വെജ് എല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചൊല്ലാൻ നിൽക്കരുത്. നിങ്ങൾ ചൊല്ലി കഴിഞ്ഞതിന് ശേഷം നോൺ വെജ് കഴിച്ചോളുക. ശരിയാ? ഇത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തോളുക. ഒത്തിരി പവർഫുൾ ആയതാണ് ലളിതാ സഹസ്രനാമം. ഈ സ്തോത്രം വന്നിട്ട് നിങ്ങൾ എന്ത് മനസ്സിൽ കരുതി ചോദിച്ചാലും നിങ്ങൾക്ക് 100% പവർഫുൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് കൊണ്ടുതരും. സിദ്ധറുകൾ വന്നിട്ട് ഒത്തിരി സ്ട്രോങ് ആയിട്ട് പറയുന്നതാണ്. നിങ്ങൾ അതിൻ്റെതായ കെട്ടുപാടുകളോടുകൂടി നോൺ വെജ് ഒന്നും കഴിക്കാതെ നിങ്ങൾ അത് നോക്കി ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ എത്ര പവർഫുൾ ആണോ അതുപോലെ നിങ്ങൾ നോക്കിക്കണ്ട് മനസ്സിലാക്കി ചെയ്തോളുക. ശരിയാ? സോ ഈ ഒരു കാര്യം നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെച്ചോളുക. ഒരു ദീപം വെച്ചോ ഇല്ലെങ്കിൽ ദീപം വയ്ക്കാമയോ നിങ്ങൾ ഏതിടത്തിൽ വേണമെങ്കിലും ഇരുന്ന് നിങ്ങൾ കാതാല് കേൾക്കുകയോ നിങ്ങൾ വാവിട്ട് ചൊല്ലുകയോ ആവാം. കാതാല് കേൾക്കുന്നത് ഒരു കഷ്ടമല്ലല്ലോ. സമയമില്ലാത്തവർ അങ്ങനെയെങ്കിലും ചെയ്തോളുക. ശരിയാ? പിന്നെ എനിക്ക് പറയാനുള്ള വേറെ ഒരു കാര്യം എന്താ വെച്ചാല്, നമുക്കൊന്നിനും സമയമില്ല, നമ്മളിങ്ങനെ ഓടി നടക്കുന്നു, നമുക്കൊരു ദൈവത്തിനെ പ്രാർത്ഥിക്കാനോ അങ്ങനെ ഒന്നും നമുക്ക് സമയമില്ല, നമുക്ക് ഒന്ന് ചെവികൊണ്ട് കേൾക്കാനും ഒന്നും സമയമില്ല. പക്ഷെ നമ്മൾ കഷ്ടങ്ങൾ വരുമ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് ചിന്തിക്കാൻ നമുക്ക് സമയം കിട്ടും. പിന്നെ ധാരാളം സമയം, ഇപ്പം നമ്മൾ ജോലിക്ക് പോകുന്നവരാണ്, നമുക്ക് ജോലിക്ക് പോകുന്നതുകൊണ്ട് നമുക്ക് വേറെ ഒന്നിനും സമയം കിട്ടുന്നില്ല. ആ ജോലിയിൽ തന്നെ പ്രശ്നമാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ ജോലി പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ചുമ്മാ വീട്ടിലിരിക്കുകയല്ലേ ഉള്ളൂ. അപ്പൊ ആ സമയം ഫുൾ ടൈം നമുക്ക് ദൈവത്തിനെ ആരാധിക്കാമല്ലോ. അപ്പോൾ എല്ലാം ഒന്ന് നോക്കിക്കണ്ട് മനസ്സിലാക്കി പക്വതയോടുകൂടി നിങ്ങൾ ചെയ്തോളുക. എല്ലാത്തിനും ഒരു സമയം കണ്ടെത്തിക്കോളുക. ഇത് ജീവിതമാണ്, നമുക്കാരും ഒന്നും ചുമ്മാ തരത്തില്ല. ദൈവമായാലും ശരി, ദൈവത്തിനെ മനസ്സറിഞ്ഞ് നമ്മൾ വിശ്വാസപൂർവ്വം നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രമേ ദൈവവും നമ്മളുടെ വിളി കേൾക്കത്തുള്ളൂ. ശരിയാ? അതുകൊണ്ട് എല്ലാം നന്നായിട്ട് ആലോചിച്ച് മനസ്സിലാക്കി വിശ്വാസപൂർവ്വം പ്രാർത്ഥിച്ചോളുക. ഇന്നത്തെ പതിവ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. പതിവ് പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തരണേ.
മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പക്കത്തുള്ള ഹൈപ്പ് എന്ന ബട്ടൺ കൂടെ ഒന്ന് അമർത്തണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.